ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ഒരു അകൽച്ചയിലാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവഗണന കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നിങ്ങളോട് അവർ പഴയതുപോലെ പെരുമാറുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്താണ്, അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിതെപ്പോൾ കാണാൻ തുടങ്ങിയാലും അപ്പം മുതൽ ഇത് വാലിഡ് ആയിരിക്കും. ഇവിടെ വരുന്ന എനർജീസ് അതുപോലെ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെയോ നിങ്ങളുടെ പാർട്ട്ണറുടെയോ ആയിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യരുത്. നിങ്ങളുമായിട്ട് മാച്ച് അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. തീർച്ചയായിട്ടും ഇതൊരു മാച്ച് ആവുകയാണെങ്കിൽ ജനറൽ ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ഒരു ജനറൽ റീഡിംഗ് കേട്ടിട്ട് നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ബാലൻസിങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് നോക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് ഇവർ നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഇവർ നിങ്ങളെയും മറ്റൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെയും ഇവരൊരുപാട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു തേർഡ് സിറ്റുവേഷനുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയാത്തൊരു വ്യക്തിയല്ല നിങ്ങൾ വ്യൂവേഴ്സ്. പക്ഷേ ഈ ഒരു പേഴ്സൺ രണ്ട് പേരെയും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് പല പ്രോമിസസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും പോവില്ല, നിങ്ങളാണ് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ പോലും നിങ്ങളെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവണം. കാരണം ആ ഒരു രീതിയിലുള്ളൊരു അഷ്വറൻസ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം. പക്ഷേ ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ആ കോണ്ടാക്റ്റ് ഉള്ള സമയത്ത് തന്നെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇവർ വല്ലാതെ ഒരു ഡിപ്രസ്ഡ് മൈൻഡിലായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് തടസ്സങ്ങൾ ഇവരുടെ ലൈഫിൽ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. കാരണം ചിലപ്പോൾ ആ ഒരു നിങ്ങളുമായിട്ട് നന്നായിട്ട് മിണ്ടിക്കൊണ്ടിരുന്ന ആ ഒരു പീരീഡിൻ്റെ ലാസ്റ്റ് ടൈമിൽ പോലും ഇവർ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലും അതുപോലെ അവരുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ ഒരു സമയത്ത് പോലും ഇവർ വല്ലാതെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റിലായിരുന്നു. ചിലപ്പോൾ പല കാര്യങ്ങളും തുറന്ന് പറയാൻ നിങ്ങളോട് പോലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ ചിലപ്പോൾ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു സപ്പോർട്ട് നിങ്ങൾ ആ ഒരു സമയത്ത് കൊടുത്തിട്ടുണ്ടാവണം എന്ന് തോന്നുന്നില്ല. അവർ ആ വിചാരിക്കുന്ന ഒരു രീതിയിൽ ആ ഒരു കാര്യത്തിനുള്ളൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. കാര്യം അങ്ങനെ ഒരു ആശ്വാസം ഈ ഒരു പേഴ്സൺ ആ ഒരു സമയത്ത് കിട്ടിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാര്യം ഇവരെല്ലാ സംഭവങ്ങളും ഇവരുടെ മനസ്സിലിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥയിലായിരിക്കണം. അതിൽ നിന്നാണ്, ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇവർ പതിയെ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ തീർത്തും ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഹായ് ഹലോ അല്ലെങ്കിൽ കാര്യങ്ങൾ തിരക്കുന്ന രീതിയിൽ മാത്രമായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ ചുരുങ്ങിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതവിടെ ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു ലാക്ക് ഓഫ് സപ്പോർട്ട്, അവർ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഈ ഒരു കാര്യത്തിന്, അവർ ആ സ്ട്രഗിൾ ചെയ്തിരുന്നൊരു കാര്യത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്കും പറഞ്ഞ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്ത സജഷൻസോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫേവറായിട്ട് സംസാരിച്ചിട്ടുണ്ടാവണം. ആ ഒരു കാര്യങ്ങളൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചിലവർ കുറച്ച് കോൺഫ്ലിക്റ്റ് ആയിട്ട്, അതായത്
നിങ്ങൾ തമ്മിലൊരു തല്ലുകൂടൽ, ഒരു വഴക്ക്, ആ ഒരു രീതിയിലൊക്കെ പോയതായിട്ട് കാണുന്നുണ്ട്. ചിലവരൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. കൂടുതലൊരു ക്ലാരിറ്റി ഒന്നും തരാതെ പോയിട്ടുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ടാവും. ഇവരിവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടുന്നൊരു സിറ്റുവേഷൻ വന്നതാണ്. പക്ഷേ ഇവർ മാനസികമായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതായത് ഇവർ പ്ലാൻ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് തന്നെ പോകാം എന്ന് വിചാരിച്ചിട്ടല്ല ഈ വ്യക്തി പോയിരിക്കുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ വൈസ് അവർക്ക് അങ്ങനെ ഒരു തീരുമാനമേ എടുക്കാൻ കഴിയുള്ളായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോടായിരുന്നു കൂടുതൽ ചായ്വ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒരുപക്ഷെ ഫിനാൻഷ്യൽ വൈസൊക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അപ്പോൾ വളരെയധികം ഡൗൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അവരിലേക്ക് പോകേണ്ടുന്നൊരു സിറ്റുവേഷനാണ്. അതായത് അവരൊരു ഫോഴ്സ്ഫുള്ളി അവർക്ക് അങ്ങോട്ട് പോയേ പറ്റൂ എന്നുള്ളൊരു രീതി അവരുടെ മനസ്സിന് ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്നാലേ അവരുടെ ഒരു ഫ്യൂച്ചർ നന്നാവുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റീനെ ഭയന്നിട്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം. ചിലപ്പോൾ അപ്പുറത്തുണ്ടാവുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഫാമിലി തന്നെയായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇവർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു നമ്മുടെ സൊസൈറ്റീനോടൊക്കെയുള്ള ഒരു ഫിയർ, ഇങ്ങനെയുള്ള പല റീസണും. അതായത് അവർക്ക് ഇവിടെ ഒന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പലരെയും പേടിച്ചും പല കാര്യങ്ങൾ ഒളിച്ചും മറിച്ചുമൊക്കെ വെച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവരങ്ങോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്ത് നിങ്ങൾ വളരെ കെയർ ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അമ്മ കുഞ്ഞിനോട് കരുതൽ കാണിക്കുന്ന പോലെ നിങ്ങൾ കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് ഈ പേഴ്സണോട് വളരെയധികം സ്നേഹം കാണിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവർക്ക് ഷെയർ ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ഏത് തരത്തിലായാലും ഇപ്പോൾ ഈ ലോകത്ത് ആരോടും ഇല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ മനസ്സ് അത്രയും എന്താ പറയുക, അവർക്കൊരു സറണ്ടർ ചെയ്ത് രീതിയിലായിരിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചും അത്രയും ഒരു സ്നേഹം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ചിലപ്പോൾ തുടക്കകാലങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ടാവാം, പിന്നീടായിരിക്കാം അത് നഷ്ടപ്പെട്ടു പോയത്. അത് വേണം എന്നുള്ളൊരു പിടിവാശി ഇത് കാണുന്ന നമ്മളുടെ ഒരു വ്യൂവേഴ്സിൻ്റെ ഒരു എനർജിയാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളിലത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചും ഒട്ടും കുറയാതെ തന്നെ കിട്ടണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടായതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏത് കാര്യവും അമിതമായിട്ട് നമ്മളൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതൊരു എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ടായിരിക്കും മാറുക. അതായത് നമ്മൾ ഇപ്പോൾ സ്നേഹം മാത്രമല്ല, ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടി കഴിയുമ്പോഴത്തേക്കും അത് കിട്ടുന്ന ആൾക്കത് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അവർക്കതിൽ വിലയുണ്ടാവില്ല. അത് അവർക്ക് ധാരാളമായിട്ട് കിട്ടുന്നൊരു കാര്യമല്ലേ, അപ്പോൾ അതിന് കൂടുതൽ വാല്യൂ ഉണ്ടാവില്ല. നമ്മളുടെ പൈസയുടെ കാര്യം പോലും അങ്ങനെയാണ്. നമുക്ക് ഒരുപാട് അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു 10 രൂപയുടെ വില എന്താണെന്നുള്ളത് ഒരു കോടീശ്വരനായിട്ടുള്ളൊരു വ്യക്തി ചിലപ്പോൾ അറിയണമെന്നില്ല. കാരണം അവരുടെ കയ്യിൽ അത്രയും പണമുണ്ട്. അപ്പോൾ അവരത് ആ ഒരു രീതിയിലേ കാണുള്ളൂ. ഒരു നേരത്തിന് ഭക്ഷണത്തിന് കിട്ടാത്തൊരു വ്യക്തിയായിരിക്കും ആ ഒരു 10 രൂപയെങ്കിൽ 10 രൂപ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണ് എല്ലാം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കറിയാം തീർത്തും നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടെന്നുള്ളത് അറിയാമെങ്കിലും അവരതിൻ്റെ വില മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങൾ ആ കൊടുത്തത് ഓവർഡോസായിട്ട് ചിലവർക്കാണെങ്കിൽ അതൊരു ഭാരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടൊരു ഭയമുണ്ട്. ഭയം ഇൻ ദ സെൻസ് നിങ്ങളവർ പേടിച്ചു പറക്കുന്നു എന്നുള്ളതല്ല, ഒരു ഗിൽറ്റ് അവർക്കുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം, നിങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റീവാണ് എന്നുള്ളതൊക്കെ ഇവർക്കറിയാം. അതുപോലെ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പ്രോമിസസ് ഒന്നും അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞ എല്ലാം പാഴ്വാക്കായി പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഏത് സിറ്റുവേഷൻ വന്നാലും കൈവിടില്ല എന്ന് പറഞ്ഞതൊക്കെ അവർക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് അവിടെ യഥാർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങളെ അങ്ങോട്ട് ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് കൺവിൻസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നത് സംസാരിക്കുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ ഒരു സേഫ് ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ നല്ലത്, ഇങ്ങനെ പോകുന്നതായിരിക്കണം ഇപ്പോൾ നല്ലത്. അപ്പോൾ അവർക്ക് കൂടുതൽ നിങ്ങളിലേക്കൊരു മുഖം തരണ്ട. കാര്യം നമ്മൾ നല്ല അടുപ്പത്തിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ജെല്ലായിട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യത്തിനും അവർ ആൻസറബിളാണ്. പക്ഷേ നമ്മൾ മുഖം തിരിച്ചിരിക്കുകയാണ്. മുഖം തിരിച്ചിരിക്കുമ്പോൾ എന്താ പറ്റുക, നമുക്ക് കാര്യം നമ്മളവരോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ വഴക്കിട്ട ഭാവത്തിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്കൊന്നും എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. ആ രീതിയിലാണ് അപ്പോൾ അവരുടെ മൈൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരിവിടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർ ഒരു അതിർവരം വിട്ടിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വരെ പോയിട്ടുണ്ടാവാം.
നമ്മളുടെ മനസ്സുകൊണ്ട് മാത്രമല്ല, നമ്മളുടെ സോഷ്യൽ മീഡിയ ആയാലും എവിടെ ആയാലും നിങ്ങൾ ഇനി കൂടുതൽ ചെല്ലണ്ട, അല്ലെങ്കിൽ വഴക്കിട്ട് ആ ഒരു രീതിയിൽ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ കോൾസ് ചിലപ്പോൾ നിങ്ങൾ വിളിച്ചെടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ. നമുക്ക് ആ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നുള്ള കാർഡ് തന്നെ അതാണ്. അവരവിടെ ഡിഫെൻസ് ചെയ്ത് അവരുടെ നിലയുറപ്പിച്ച് കുറച്ച് ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം ഇപ്പോൾ കാര്യങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ ഇവരുടെ കാല് പിടിച്ച് പുറകെ നടന്ന് കാണും, അല്ലെങ്കിൽ മെസ്സേജസ് ഒരുപാട് ഇട്ട് നോക്കിയിട്ടുണ്ടാവും, കോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിട്ട് ഒരു മ്യൂച്വൽ കോംപ്രമൈസിന് തയ്യാറായിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഇവരിതിനൊന്നും നിന്ന് തരാനായിട്ടുള്ള വഴിയില്ല. കാരണം ഇവർ മനസ്സുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ മതി എന്ന തീരുമാനം എടുത്ത് പോയിട്ടുള്ള വ്യക്തികളാണ്. ഇതാണ് ഈ ഒരു സിറ്റുവേഷന് ചേരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അവൈലബിൾ ആവാതിരിക്കുക, ഇത് തന്നെയാണ് സ്യൂട്ടബിൾ എന്ന് വിചാരിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് മുഖം തരാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് മനസ്സിലാവുക. അതായത് ഇവർ മനസ്സുകൊണ്ട് തന്നെ വിചാരിച്ചിരിക്കുകയാണ് ഇങ്ങനെ പെരുമാറിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു ദുർമുഖം കാണിക്കുന്നുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വാല്യൂ തരുന്നതായിട്ട് ഇവർ തന്നെ കാണിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ കുറച്ച് വിഷമത്തിലാണ്. കാര്യം ഇപ്പോൾ ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് ആ കിട്ടിയിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു അവർക്ക് അത്ര ഹാപ്പി അല്ല അവർ. ആ ഉള്ളൊരു സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ടാവാം. ഇവരുടെ കാല് പിടിച്ച് നടന്നിരുന്ന നിങ്ങൾ കുറച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരു റെസ്പെക്റ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ പോരാ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന റീഡിങ്സ് ആണെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്കൊരു ധൈര്യം വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ വിലയില്ലാതെ നടക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊരു വിലയുണ്ട്, സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാല് പിടിക്കാനൊക്കെ പോക്ക് നിങ്ങൾ നിർത്തിയിട്ടുണ്ടാവാം. നിങ്ങളിപ്പോൾ കുറച്ച് ജാടയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇവരുടെ പുറകെ ചെല്ലുന്നില്ല, പഴയ പോലെ അടുപ്പം കാണിക്കുന്നില്ല എന്നുള്ളൊരു ടെൻഷൻസൊക്കെ ഈ പേഴ്സണ് വരുന്നുണ്ട്. നമുക്ക് ആ ഒരു മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയുടെ അടുത്ത് തന്നെയാണ് ആ ഒരു കാർഡ് വന്നിട്ടുള്ളത്, ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം. അതായത് അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം നോക്കിയാണ്, അല്ലെങ്കിൽ നിവർത്തികേട് കൊണ്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും പോയ സ്ഥലം ആദ്യമൊക്കെ അവർക്ക് വലിയ കുഴപ്പമില്ല, അവർ ഹാപ്പി ആയിരുന്നു, ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് പതിയെ ആ ഒരു സ്ഥലത്തൊരു ഏകാന്തത, അല്ലെങ്കിൽ ഒരു ആ സ്ഥലം പതിയെ അവർക്ക് മടുക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സാന്നിധ്യം അവർക്ക് മടുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നതും ഇമോഷണൽ ലോസാണ്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ധരിച്ചു വെച്ചിട്ടുണ്ടാവുക നിങ്ങൾ എവിടെയും പോവില്ല, അല്ലെങ്കിൽ ഇവരാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ് എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കും. ചിലപ്പോൾ വർഷങ്ങളോളം വേണമെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ. കാര്യം നിങ്ങൾ അത്രയും ഒരു കെയർ ഇവർക്ക് കൊടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര നാൾ വേണമെങ്കിലും ഇവർക്ക് വേണ്ടി കാത്തിരുന്നോളൂ, നിങ്ങളങ്ങനെ പോകാനൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റേറ്റസ് മാറിയത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇത്രയധികം ഒരു ഇമോഷണൽ ലോസ്, അല്ലെങ്കിൽ ആ ഒരു ചെന്ന സ്ഥലത്തും ആ പഴയ കംഫർട്ടബിൾ അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിലല്ല ആളിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ അടുത്ത് ആ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ തന്ന് അവർ നേരെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ് നമുക്ക് ആ റിജോയ്സ് ആൻഡ് സെലിബ്രേഷനാണ്. അതിൻ്റെ താഴെ തന്നെയാണ് ഇപ്പോൾ ആ ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം വന്നിരിക്കുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരുടെ കൂടെ ഇവർ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം, തേർഡ് പാർട്ടിയുടെ കൂടെ സന്തോഷത്തോടെ നടന്നിട്ടുണ്ടാവാം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവരുടെ ഒരു ബോർഡമായിട്ട് മാറിയിരിക്കുന്നത്. ഇവർക്ക് അവിടെയാണിപ്പോൾ ഒരു വിരക്തി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സ്ഥലം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ നിങ്ങളിൽ നിന്ന് പോയി അവരതുമായിട്ട് ഒന്ന് സിങ്കാവാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇവരുടെ പുറകെ നടക്കുന്നുണ്ടാവാം, മെസ്സേജ് ഇടുന്നുണ്ടാവും. അപ്പോൾ ഇവർക്ക് കോൺഫിഡൻസ് ആണ്, ഇങ്ങനെ എന്തൊക്കെ കാണിച്ചാലും ഇവർ പോവില്ല. അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ, നിങ്ങൾക്ക് മുഖവും തരണ്ട. നിങ്ങളിവിടെ ടെൻഷൻ അടിച്ചാലും അവർ ആ ഒരു സമയത്ത് അവർ സെൽഫിഷ് തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി വിഷമിക്കുന്നു എന്നറിഞ്ഞിട്ടും നമ്മളത് കാണാത്ത മട്ടിലിരിക്കുമ്പോൾ ആ പേഴ്സൺ അവരെ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. അവർ സെൽഫിഷാണ്, ഈഗോയിസ്റ്റിക് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ അത്രയും കാല് പിടിച്ച് നടക്കുമ്പോഴും ഇവർക്ക് ഒരു ഉള്ളി കൊണ്ടൊരു ഹാപ്പിനെസ് തോന്നും. കാരണം ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും അവരെൻ്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത്രത്തോളം എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചാലും ഇവർ തേർഡ് പാർട്ടിയുടെ കൂടെ കറങ്ങിപ്പോയിട്ട് വന്നു കഴിഞ്ഞാലും ഇനി അതിനുവേണ്ടി ടൈം എടുത്താലും ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഇവർക്കുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ച് വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്ത് മാറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ബലം പിടുത്തത്തിന് പതിയെ ഒരു ഉലച്ചിൽ വന്നിട്ടുണ്ട്.
ഇവരൊന്ന് ഫ്ലെക്സിബിളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ അത്ര ഒരു ഹാർഡ് നട്ടായിട്ട് ഇരിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവർ പതിയെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇവിടെ നിന്നുള്ള നിങ്ങളുടെ ഒരു റെസ്പോൺസ് കൊണ്ടാണ് ആ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റിംഗ് ഗെയിം എന്നുള്ള കാർഡ് പോലെ തന്നെയാണ്. അതായത് തിരിച്ചു വെച്ചാലും മറിച്ച് വെച്ചാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഇതിനകത്ത് ഈ ഒരു ലൂപ്പ് പോലെ വന്ന് പെട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങളാണ് അകന്ന് പോകുന്നുണ്ടെങ്കിൽ പതിയെ ഇവർ വരാൻ തുടങ്ങും. അല്ല, ഇവരാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പിന്നാലെ പോകുന്നുണ്ടാകും. അതായത് ഒരാൾ ഒരു സ്റ്റെബിലിറ്റിയിലെത്തുമ്പോൾ മറ്റേ ആൾ ഒന്ന് വീക്കാവും. ആ ഒരു രീതിയിലാണ് ഇവിടെ കാണുന്നത്. ആ ഒരു കറക്റ്റ് ആ ഒരു സിമ്പൽ പോലെ തന്നെ നമ്മൾ തിരിച്ചും മറിച്ചും വെച്ച ആ ഒരു ടൈം നോക്കുന്ന പോലെ തന്നെ ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഒരാൾ പതിയെ ഇതിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുമ്പോൾ മറ്റേ ആൾ പതിയെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോവുക. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് ഇവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളുടെയും ആയിരിക്കാം, പക്ഷേ നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ഒരു കാര്യങ്ങളായതുകൊണ്ട് ഇവർ തീർത്തും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്നു പോകേണ്ട വ്യക്തികളാണ്. കാര്യം അവരുടെ പാസ്റ്റ് എന്താണോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ ഒരു എൻഡ് വരേണ്ട ഒരു സമയമാണ്. ഒരു ഡെഡ് എൻഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ മനുഷ്യന് പല മാറ്റങ്ങളും വരും. നമ്മളുടെ ആ ഒരു ഹെൽത്ത് വൈസ് പോലും ചിലപ്പോൾ മാറ്റങ്ങൾ വരും. അതുപോലെ നമ്മളുടെ മെൻ്റലി സ്പിരിച്വലി ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ ആ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഇവരുടേത്. അപ്പോൾ ഇവർ വിചാരിച്ചത് പോലെയുള്ള കാര്യങ്ങൾ അപ്പോഴും നടക്കുന്നില്ല, ഇപ്പോഴും നടക്കുന്നില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മുഖം തരാതെ പോയിട്ട് അവിടെ പോയിരിക്കാം, നിങ്ങൾ പുറകെ വന്നോളെന്ന് ഓർത്തു. പക്ഷേ ഇപ്പോഴും അവർക്കൊരു എന്താണ്, ചിലപ്പോൾ കുറച്ച് നാൾ അവർ അതിലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്, നമുക്ക് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും അവർ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഈ പേഴ്സൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇപ്പോഴും വിട്ടു പോന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർക്ക് ബോറടിച്ച് തുടങ്ങിയെങ്കിൽ പോലും അതിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങി പോരാനുള്ള ഒരു മനസ്സ് ഇവർക്ക് വന്നിട്ടില്ല. മനസ്സെന്നല്ല, അവർക്ക് അതിനുള്ളൊരു ധൈര്യം വന്നിട്ടില്ല. ഇപ്പം നമുക്കിവിടെ ന്യൂ ബിഗിനിങ്ങും ട്രയംഫും അതേപോലെ എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ അതായത് ഒരു പുതിയ തുടക്കവും ഒരു പാഞ്ഞ് വരാനുള്ളൊരു ആഗ്രഹവും എന്തിനെ നേരിടാൻ, ധീരമായിട്ട് നേരിടാൻ, കോൺകർ ചെയ്യാനൊക്കെയുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിലേക്ക് അവർ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതായത് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഒരു അകൽച്ച, അങ്ങനെ കാണിക്കുന്നവരാണെങ്കിൽ മാത്രം ഇത് കണക്കിലെടുക്കുക. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ പുറകെ ചെല്ലാതെ നിങ്ങളുടെ കാര്യം നോക്കി കുറച്ച് ഗൗരവത്തിലിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇതായിരിക്കും, പക്ഷെ അവരോട് നിങ്ങളിത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ റെസണേറ്റ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് നിങ്ങളിപ്പോഴും പുറകെ അന്വേഷിച്ച് നടക്കുന്നു, ഇവർക്ക് മെസ്സേജ് ഇട്ട് കാല് പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇത് റെസണേറ്റ് ചെയ്യില്ല. കാര്യം ഇവിടെ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂഷനിലാക്കിയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഇമോഷണൽ ലോസ് വരുത്തിയിരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ഭയത്തിൻ്റെ കാരണവും അതാണ്. കാര്യം ഇവർ തന്നെ ഇങ്ങനെ മുഖം തിരിഞ്ഞ് കാണിച്ചു പോയി, ഇനി നിങ്ങളിലേക്ക് വന്നിട്ട് അവരെന്ത് പറയാനാണ്? അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പുറകെ നടന്നപ്പോഴൊക്കെ മൈൻഡ് ആവാണ്ട് തട്ടിക്കളഞ്ഞവരായിരിക്കാം. ഇപ്പോൾ അവർക്ക് വന്നിട്ട് നിങ്ങളുടെ അടുത്തൊരു പഴയ അധികാരമോ അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യുന്നുണ്ടോ, എന്താ എന്നോട് വിളിക്കാത്ത, അല്ലെങ്കിൽ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കാനായിട്ട് ഇവർക്കൊരു ചമ്മലുണ്ടാവും. അല്ലെങ്കിൽ എന്തും പറഞ്ഞവർ വരും, നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്ത ഇവർക്കുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടീനെ ഇവർ വിട്ടിട്ടുമില്ല. അപ്പോൾ ഇവരുടെ ഒരു പ്ലാനിങ് ചിലപ്പോൾ രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ രണ്ടും രണ്ട് തട്ടിലിരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനമായിരിക്കാം. നമുക്കിവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നതും ആ ഒരു ട്രൂത്ത് കാർഡാണ്. അതായത് അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് വരാനുണ്ട്, ഒരു വിധി വരാനുണ്ട്. രണ്ടും കമ്പയർ ചെയ്ത് എന്താ പറയുക, ഇങ്ങനെ നമ്മൾ നോക്കില്ലേ, ഒരു സത്യം തെളിയാനുണ്ട്. ആർക്കാണ് അവിടെ ഒരു ഉയർച്ച, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക, ഒരു നീതി അവിടെ നടപ്പാവാനുണ്ട്, ഒരു വിധി ഈ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വരാനുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ പറയുന്ന പോലെ രണ്ട് തട്ടും തുല്യമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരിത് ഏത് ആറ്റിറ്റ്യൂഡിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവർക്കറിയാം നിങ്ങളോട് കാണിച്ചത് നീതികേടാണ്, ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല എന്നൊക്കെ അവർക്ക് ഉള്ളുകൊണ്ടറിയാം. പക്ഷേ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് പെട്ടെന്ന് കഴിയില്ല. അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്നൊരു ന്യൂ ബിഗിനിങ്ങിന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വിടാതെയാണ് ഇവർ നിങ്ങളെ സമീപിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരാട്ടി ഓടിക്കുന്നവർക്കറിയാം. അതും ഇവർക്ക് പേടിയാണ്.
കാര്യം അത് കംപ്ലീറ്റ്ലി വിട്ടിട്ടല്ലല്ലോ ഇവർ വരാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അതുകൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയാണ്. അപ്പോൾ ആ ഒരു ഫിയറൊക്കെയാണ് ഇവർക്ക് നിങ്ങളോടുള്ളത്. ഇപ്പോൾ പതിയെ പതിയെ ആൾ അതിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ലൈഫിൽ എന്താണ് നടക്കുക, ആ ഒരു ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഈ ഒരു പേഴ്സൺ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ റീഡിങ്ങിൽ വന്നിട്ടുള്ള ഈ ഒരു പേഴ്സൻ്റെ എനർജീനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു മൈൻഡ് ഇത്തരത്തിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷനായിട്ട്, കൺഫർമേഷനായിട്ട് നമുക്ക് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റായിട്ട് ജെമിനായി, ലെറ്റർ W, നമ്പർ 20, ലെറ്റർ B, ട്രിവാൻഡ്രം, നമ്പർ 22, നമ്പർ 15, ലെറ്റർ P, എറണാകുളം, ലെറ്റർ H, ജൂലൈ മന്ത്, സ്കോർപിയോ, സെപ്റ്റംബർ മന്ത്, ലെറ്റർ R, ലെറ്റർ G, നമ്പർ 30, ജൂൺ മന്ത്, മാർച്ച് മന്ത്, കോഴിക്കോട്, നമ്പർ 3, തൃശ്ശൂർ, ലെറ്റർ L, ലെറ്റർ Q, കാപ്രിക്കോൺ, ലെറ്റർ F, ലെറ്റർ T, നമ്പർ 29, ഫെബ്രുവരി മന്ത്, ആൻഡ് ലാസ്റ്റ് ലെറ്റർ N. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്, ഇതൊക്കെ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക, റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇങ്ങനെയാണ്, തേർഡ് പാർട്ടിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോരാനും ഈ പേഴ്സണ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഓവറോളായിട്ട് ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ.